മൈ നെയിം ഇസ് ബോബ്സ് വെർസ്റ്റപ്പൻ. ഞാൻ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് F1 കളിക്കുകയാണ്. ഇവന്മാരെല്ലാം ഇൻട്രോവേർട്ട് ഫുണ്ടാളാടാ. ഇവന്മാരെയും കൊണ്ടൊന്നും IRLൊന്നും പറ്റൂല, മനസ്സിലായ? ഇവന്മാർക്ക് എല്ലാം നാണോ. അപ്പൊ ഇവർക്കൊക്കെ നാണോ. അപ്പൊ രണ്ടു വാക്ക് സംസാരിച്ചപ്പോ നാണം എന്തിനാണിത്? എനിക്കറിയത്തില്ല ഇവർക്ക് നാണം എന്തിനാന്നുള്ളത്. അത് ബ്ലഷ് അല്ല, വിശന്നിട്ട് കണ്ണു തള്ളിയതാ, മനസ്സിലായോ? അപ്പൂട്ട വന്നു അല്ലെ? നീ ബ്രോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. സ്റ്റാഫ് എല്ലാവർക്കും കൂടെ. ബാബുവേ വാ. ഇവന്മാർക്കൊക്കെ ഭയങ്കര നാണം. ഇവന്മാർക്കൊന്നും ഈ IRL ക്യാമറ കാണുമ്പോൾ ചിലമാര് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുത്തരം സംസാരിക്കുന്നില്ല. എനിക്ക് നാണം. നീ ഒന്ന് എനിക്ക് ഭയങ്കര നാണമാണ്. എനിക്കൊന്നും നാണമുള്ളവർക്കാണ് ഇപ്പൊ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ശരിയാ, ഞാനും നാണം ഇടാൻ പോവാ കൈസ്. എനിക്കും എന്നിട്ട് വേണം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വല്ല വീഡിയോ അടിച്ചിറങ്ങി വരാൻ. പോടാ, ഇപ്പൊ റിസ്ക് ആണ് കൈസ്. ഒന്നുമില്ല. നീ എല്ലാവരും ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നാ മതി. പിന്നെ കൈസ്, നമുക്ക് PC എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത എൻ്റെ തന്നെ ഒരു PC റിവ്യൂൽ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഈഗിൾ ബ്രോയുടെ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ആൾക്കാർ ചാറ്റിൽ എന്താ ചോദിക്കണമെന്ന് അറിഞ്ഞാലേ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. തൽക്കാലം രായൻ്റെ മുഖം എൻ്റെ മുഖം പോലെ കാണണ്ട, പക്ഷെ അങ്ങനെ പറഞ്ഞോളൂ. ബോസടിയോ? ചന്ദ്രനോ? ചന്ദ്രൻ ഫ്ലെക്സ് ആക്കാൻ പറയാനോ? ഇല്ല, ഞാൻ കമന്റ് വായിക്കുന്നത് തരാം. നീ എന്നെ കാണിച്ചുള്ള ക്യാമറ വായിക്കാനുള്ളേ. അലക്സ് വന്നോ? ഉണങ്ങിയില്ലേ? ഉണങ്ങിയില്ലെന്നാ ഞാൻ അടുത്ത പ്രാവശ്യം ചന്ദ്രൻ അടിച്ചിടുന്ന 8 പാക്കും കൊണ്ടേ വരത്തുള്ളൂ. താഴെ എന്തോ കാണിച്ചേട്ടാ. കണ്ണാപ്പി നിന്നെ ഊക്കാൻ തോന്നുന്നു. കണ്ണാപ്പിനാണ് നിന്നെ ഊക്കിയലാണ്. ആര്? കണ്ണാപ്പി. പറ്റണേ അവന്റെ അച്ഛനെ കൊണ്ടാവൂല, പിന്നെയാണ് അവനെ കൊണ്ട്. പറടാ, എന്ത് നമ്മൾ മറ്റേ ഗ്യാങ്സ്റ്റർ റിമോട്ട് എടുത്ത് എങ്ങനെ നടക്കുന്നത്? കഷ്ടം ഇങ്ങനെ ഇതാക്കി വെച്ചില്ലേ, വൈഡാക്കി വെച്ചില്ലേ, അങ്ങനെ നടന്ന് പഠിക്കുക. നമ്മൾ ഈ പുതിയ കൾച്ചറിലോട്ട് ഇറങ്ങുന്ന ടൈം കഴിഞ്ഞു. കൾച്ചറില്ലാത്തവന്മാർ പലതും പറയും, നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗൈസ്, കമന്റ് നോക്കട്ടെ. സ്റ്റേക്ക് ഉണ്ടോ? സ്റ്റേക്ക് ഉണ്ടോ? കൗണ്ട് എടുക്കാനാ? സ്റ്റേക്കോ? സ്റ്റേക്ക് അല്ല, സ്റ്റേക്ക്. സ്റ്റേക്ക് ഉണ്ട്. 1 2 3 4 5 ഗൈസ്. പിന്നെ പറ ഗൈസ്, ഇവിടെ കുറേ പേരൊന്നും ഇവിടെ നീലൊക്കെ വന്നോ? ഇല്ല ഗൈസ്, പുതിയ പിള്ളേരാരും വന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ നിങ്ങൾ ഈ പറയുന്നതിൽ 3-4 പേര് TV-യിലുള്ളോ? എനിക്കറിയില്ല. പശുമ്പയോ? പശുമ്പ ആരാ? TV-യിലുള്ളതാണ് ഇതൊക്കെ. അലക്സ് ഇന്നലെ എടുത്ത പയ്യനല്ലേ? വന്നിട്ടില്ല. ആ അലക്സ് എന്ന് പറയുന്നത് മറ്റേ ഇതിൽ Alexander ആണോ? വേറെ Alexander. ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. 1-2 പേരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട് പറഞ്ഞു. നീലിനെ ഞാൻ കണ്ടു. അസൻഷ്യോ, ജാങ്കോ. ഓ, സിമ്പിൾ. ഓക്കെ. ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ പുതിയ പിള്ളേരെ പറ്റിയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ തിരിച്ച് ലൈവ് ഇടാത്തത്. ശരിക്കും പറഞ്ഞാൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റെഗുലർ ലൈവ് ഇതിന് മുന്നേ വന്നേനെ. സ്ലോട്ടിലൊക്കെ ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ വരുമ്പോൾ പിന്നെ ആരെങ്കിലൊക്കെ മാറ്റണം. അത് അവർക്കൊരു വിഷമാവും, അത് എനിക്കൊരു ഭയങ്കര വലിയ വിഷമാവും. അപ്പോൾ വേണ്ടെന്ന്. അതുകൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാക്രിഫൈസ് ആണ്. എനിക്ക് ശരിക്കും ലൈവ് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവർക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ണാ ഇങ്ങോ. ഇവിടെ ലൈവ് വരാൻ പറയണം. എത്ര മണിക്ക് വരണം? ഞാൻ ബാബുചേട്ടാ ഒരു 9-10 മണിയാകുമ്പോൾ വന്നാൽ മതി. എനിക്ക് 7 മണിക്ക് വരണമെങ്കിലോ? അത് മോശമാണ്. അതെന്ത്? വെരി ബാഡ്. ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാം, ഭവിഷ്യത്ത് എന്താ പരിപാടി? ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ലാഭം. സ്ട്രീമിങ്ങിലോട് തിരിച്ച് വരണ്ട. വന്നാൽ തന്നെ 10 മണിക്ക് ശേഷം ലൈവ് വരാവും. ഇവൻ്റെയൊക്കെ കണ്ടീഷൻ അനുസരിച്ച് എനിക്കിപ്പോൾ ലൈവ് ഇടാനേ പറ്റില്ല. ഈ ബിസിനസ്സിൽ നിന്ന് മാറണം, ഇതിന്നും കൂടെ ഇതൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആക്രാന്തമാണ്. ബിസിനസ് കിട്ടുന്നില്ലെങ്കിലോ? നീ പറയോ? തലയൊക്കെ ഇരിക്കുന്നുണ്ട് കിളിക്കൂട് പോലെ.